ഇനി കാണാൻ പോകുന്ന കുടുംബശ്രീ ഷാദി ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഇനിയുള്ള എപ്പിസോഡിൽ നമ്മുടെ പപ്പിമോൾ അറിയാൻ പോകുന്നത് ഷാലി തനിക്ക് ആരാണെന്നുള്ള സത്യം നമ്മുടെ പപ്പിമോൾ തിരിച്ചറിയോ. ആ തിരിച്ചറിഞ്ഞത് തനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സത്യമായി തന്നെ മാറുവാണ്. അപ്പോൾ ഇതിന് ഡീറ്റെയിൽ റിവ്യൂ ഒക്കെ അറിയുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്നതിന് കമൻസും ഷെയർസ് ലൈക്സിനും ആരും മറക്കാൻ കേട്ടോ. ഇത് രസകരമായ രാഘവേട്ടൻ്റെ ഡയലോഗ് കൊണ്ട് നിറഞ്ഞൊരു എപ്പിസോഡും കൂടെ തന്നെയാണ്. എപ്പിസോഡ് തുടങ്ങുന്നതിനെ കാണിക്കുന്ന കാര്യം എല്ലാവരും രാഘവേട്ടൻ അതുപോലെ സത്യഭാമ എല്ലാവരും ഒടുക്കത്തെ ടെൻഷൻ നിൽക്കുക. കാരണം പപ്പിമോളെ സ്കൂളിൽ പോയ പപ്പിമോളെ കാണാനില്ല. അതും അന്യ സംസ്ഥാനത്തു നിന്നുള്ള ആൾക്കാർ സംശയാസ്പദമായ സാഹചര്യത്തിൽ അവർ ആ സ്കൂളിൻ്റെ പരിസരത്ത് കണ്ടു. പപ്പിമോൾ സ്കൂൾ യൂണിഫോമിൽ വന്ന പപ്പിമോൾ സ്കൂളിൽ കയറാതെ അവിടെ നിന്ന് എങ്ങോട്ടേക്കോ പോയി. സ്കൂളുകാർക്കോ അറിയത്തില്ല. അവർ കൈ മലർത്തി കാണിച്ചു. അപ്പം ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ നിൽക്കുന്ന ഭാമയെടുത്ത് എല്ലാം പറയുന്നുണ്ട്. ഭാമ ഇത് നിസ്സാര കാര്യമല്ല. അന്യ സംസ്ഥാന ആൾക്കാരൊക്കെ കുഞ്ഞിനെ കൊണ്ടുപോയെങ്കിൽ അവർ സംസ്ഥാനം കടത്തി കാണുമെന്നൊക്കെ നമ്മുടെ രാഘവേട്ടൻ പറയുമ്പോൾ സത്യഭാമയ്ക്ക് ഇഷ്ടം. അയ്യോ എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിക്കാണോ, എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ് എന്ന രീതിക്ക് അത് സത്യഭാമ വരുമ്പം സത്യം പറയുന്നുണ്ട് ഞാൻ രോഹിത്തിനെ വിളിക്കട്ടെ. അപ്പോൾ രോഹിത്തും വിഷ്ണു കൂടെ പോയി അന്വേഷിക്കും. എടേ ഭാമ എന്തോ നീ പറയുന്നത്, നീയോ രോഹിത്തോ വിഷ്ണു അല്ല കൂട്ടിയെ കൊടുന്ന കാര്യമൊന്നും അല്ല കാര്യം. പോലീസ് നാട് നീളെ അന്വേഷിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ 3 പേര് വിചാരിച്ചിട്ട് കാര്യമൊന്നും നടക്കത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്യണം രാഘവട്ടെ ഒന്ന് പറഞ്ഞാൽ ഞാൻ 6 കാലം അല്ലെങ്കിൽ എൻ്റെ പപ്പിമോക്ക് വേണ്ടി പിടിക്കാം. ഭാമ ഇതിപ്പം ചോക്കുമല കൈ വെച്ചിരിക്കുന്നവൻ ചോക്ക് അന്വേഷിച്ച് പോയ അവസ്ഥയാണല്ലോ. ഭാമ ഈ വീട്ടിൽ ഇരിക്കുന്ന ആരാണ്? ഈ നാട്ടിലെ ജില്ലാ കളക്ടറാണ് നിൻ്റെ വീട്ടിൽ ഇരിക്കുന്നത്. ഷാലിനിയോട് നീ ഒരു വാക്ക് പറ. അവളുടെ ഒരു ഫോൺ കോൾ പോരെ. അവൾ ഒറ്റ ഫോൺ കോൾ വിളിച്ചു പറഞ്ഞാൽ ഈ നാട്ടിലെ സർവ്വ പോലീസും പട്ടാളം എല്ലാവരും കൂടെ കൊച്ചിനെ തെരഞ്ഞ് ഈ സ്ഥലം മൊത്തം അങ്ങ് ഇറങ്ങത്തില്ലേ ഭാമേ? അതല്ലേ നല്ലത്. നീ ഇതടെ രാഘവേട്ടൻ പറഞ്ഞെങ്കിലും നമ്മുടെ സത്യഭാമയുടെ അഹങ്കാരത്തിന് ഒരു കുറവില്ല. അപ്പം എന്താണ് വേണോ എന്ന രീതി നിൽക്കുമ്പം ആ ഒരു ഡലമാക്കകത്ത് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ രാഘവേട്ടൻ പറയുന്നത്, ദേ ഭാമേ താൻ പോര് കാണിക്കാനുള്ള സമയമല്ല ഇത്. നീ നിൻ്റെ വാശിയും ദുർവാശയൊക്കെ മാറ്റി വെച്ചിട്ട് പപ്പിമോൾ കാര്യം അത് ആലോചിച്ചിട്ട് എന്താണ് ഷാനിയോട് വിളിച്ച് സംസാരിക്കാൻ നോക്കും എന്ന് പറയുമ്പം ഈ പൊന്നിച്ചിട്ട് നോക്കിയിട്ട് പറയുക, പൊന്നി നീ ഷാലി ഇങ്ങോട്ടേക്ക് വിളിച്ച്. അപ്പം പൊന്നിച്ചിച്ച് പറയുന്നുണ്ട്, അയ്യോ ഷാലി കുഞ്ഞ് തേണ്ടേ കുറച്ച് നേരത്തിന് മുന്നേ തന്നെ പുറത്തേക്ക് പോകുന്ന കണ്ടല്ലോ. പുറത്തേക്കോ? അവൾ ഇങ്ങോട്ടേക്ക് പോയത്? അതെനിക്ക് അറിയത്തില്ല സത്യമേ. ഷാലി കുഞ്ഞ് നേരത്തെ തന്നെ പുറത്തേക്ക് പോകുന്ന ഞാൻ കണ്ട്. അപ്പോഴത്തേക്ക് എന്താണ് ഭാമ നീ അവളൊന്ന് ഫോണിൽ വിളിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും സത്യഭാമ മടിച്ചെന്താണ് സാധനം ഷാലിനെ വിളിച്ചേ പറ്റത്തുള്ളൂ എന്ന സാഹചര്യത്തിൽ ഷാലിനിക്ക് ഫോൺ ഡയൽ ചെയ്യും. അപ്പോൾ ഷാലിനി ഫോൺ ഡയൽ ചെയ്തിട്ട് ഇവരെന്താണ് ഫോൺ കാതി വെച്ചിരിക്കുകയാണ്. അതേ സമയത്ത് ഷാലിനിയുടെ ജില്ലാ കളക്ടർ എന്ന കാരണത്ത് ഷാലിനി എന്താണ് ആ മുറ്റത്തേക്ക് വരുവാണ്. ആ മുറ്റത്തേക്കൊന്ന് ഷാലിനി ഇറങ്ങുന്നതും ഷാലിനി ഈ ഫോൺ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് സത്യഭാമയുടെ ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് പറ സത്യാമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് കാറിൽ നിന്ന് ഷാലിനി ഇറങ്ങുന്നതും സത്യഭാമയുടെ മുഖത്തേക്ക് നേരിട്ട് തന്നെ നോക്കുന്നത്. അപ്പം പരസ്പരം സത്യഭാമ ഇങ്ങോട്ടേക്ക് നോക്കുന്നു, ഷാലിനി അങ്ങോട്ടേക്ക് നോക്കുന്നു. നോക്കുമ്പോൾ ഈ ഫോണിൽ തന്നെയാണ് നേരിട്ട് കണ്ടിട്ട് പോലും ഫോൺ കട്ട് ചെയ്ത് സംസാരിക്കുക. ഷാലിനി ആ മുഖവരയോടുകൂടി തന്നെ ഫോണിൽ സത്യഭാമ പറയുന്ന കേൾക്കാനായി തന്നെ മുറ്റത്തുനിന്ന് സംസാരിക്കുമ്പോഴത്തേക്കും സത്യഭാമ ഒരക്ഷരം മിണ്ടില്ല. അപ്പോഴത്തേക്കും ഈ ഒന്നും മിണ്ടാതെ നോക്കി നിൽക്കുമ്പോഴാണ് പപ്പി മോള് ഷാലിനിയുടെ കാറിൽ നിന്ന് ഇറങ്ങുന്നത്. ഷാലിനി ആണെങ്കിലും മോളെടുത്ത് രഹസ്യം എന്തോ പറയുന്ന മറ്റൊന്നുമല്ല. മോളെ ഞാൻ പറഞ്ഞെന്നൊക്കെ ഓർമ്മയില്ല, ഇവിടെ എന്താ പറയണമെന്ന് അതുപോലെ മാത്രമേ പറയാവുള്ളൂ എന്ന് നമ്മുടെ പപ്പി മോൾക്ക് ഷാലിനി എന്താണ് ആ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. എന്നിട്ട് മോൾ ബാഗ് ഇങ്ങ് തന്നിട്ട് ബാഗ് മേടിച്ച് പിടിച്ചിട്ട് ഷാലിനി എന്താണ് മുന്നോട്ട് പറയുക. അപ്പോൾ സത്യാമ്മ എന്തിനാണ് വിളിച്ചതെന്ന് ചോദിക്കാൻ തന്നെയാണ് ഷാലിനി അങ്ങോട്ട് വരുന്നത്. അപ്പം പപ്പി മോളെ കണ്ടതും ഷാലിനിയുടെ കാര്യം അങ്ങ് മറന്നുപോയി. ഈ സത്യഭാമ വിളിച്ചിട്ട് പപ്പി മോളിട്ട് വരട്ടുക. ഡി എവിടെ പോയിരിക്കുമെന്നടി നീ സ്കൂളിലേക്ക് പോകുന്ന മാതിരി നീ സ്കൂളിൽ നിന്ന് മുങ്ങിക്കളയുന്നു. നീ എവിടെ പോയിരിക്കുകയാണ് എല്ലാവരും ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടി. അപ്പോഴത്തേക്കും പപ്പിമോൾ പറയുന്നുണ്ട്, അത് ഞാൻ ഭജന ഇരിക്കാൻ പോയത് അമ്പലത്തിൽ. ഡി സ്കൂളിൽ പോയപ്പോൾ സമയത്താണോ നിനക്ക് ഭജന ഇരിക്കാൻ വേണ്ടി അമ്പലത്തിൽ പോകുന്നു? സ്കൂളിൽ പോകുന്ന പഠിക്കാനല്ലേ, അവിടെ വേണ്ടേ പോകാൻ? അതിന് പകരം അമ്പലത്തിൽ പോകുന്ന എന്നോട് ആര് പറഞ്ഞു? പറയുന്നുണ്ട് അത് ശ്യാമയുടെ കാര്യം ആലോചിച്ചിട്ട് പോയത്. കാരണം ശ്യാമ ഇന്നിരിക്കുന്ന ആ ഒരു അവസ്ഥ കണ്ടിട്ട് നെഞ്ച് പൊട്ടിപ്പോവാണ്. കാരണം ശ്യാമ എന്താണ് പപ്പിയുടെ അമ്മയല്ലേ. ആ ഒരു അവസ്ഥയെ കണ്ടപ്പം എനിക്ക് അങ്ങനെ അമ്മയെ കാണുന്നതിനകത്ത് അത്രമാത്രം മനസ്സ് വിങ്ങി പൊട്ടുന്നതുകൊണ്ട് ഞാൻ അമ്പലത്തിൽ പോയി എന്താണ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഭജന ഇരുന്ന എല്ലാവരുടെ കൂട്ടത്തിനകത്തും എത്രയും വേഗം എന്താണ് ശ്യാമ സുഖപ്പെടണേ, അതുപോലെ തന്നെ കുഞ്ഞീച്ചയൊക്കെ തിരിച്ചു വരണേ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പോയതെന്ന് പറയുമ്പോൾ ലാസ്റ്റ് പിന്നെ ആ ഒരു കുഞ്ഞിൻ്റെ ആ വികാരം നിറഞ്ഞ സംസാരം കേൾക്കുമ്പം ഒന്നും ഒരക്ഷരം പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് സത്യഭാമ ഇരിക്കും. എന്നാലും വഴക്ക് പറയാൻ വരുമ്പോഴത്തേക്കും ഷാനി പറയും, വിട്ടേരെ സത്യാമേ, ഞാൻ അവളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. എനിക്കറിയാം കുഞ്ഞിൻ്റെ കാര്യത്തിൽ ടെൻഷൻ ഉണ്ടെന്നറിയാം, പക്ഷേ ഞാൻ അവൾക്ക് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ മോൾ അകത്തേക്ക് കയറി ചെല്ലുന്നതിന് പപ്പി മോൾ അവിടെ നിന്ന് ഈ സത്യഭാമയുടെ ആ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്തി വിടുവാണ് ഷാലിനി. അവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഈ സത്യഭാമയുടെ മുന്നിൽ വിശദീകരിച്ച് കൊടുക്കുവാണ്. കാരണം ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ നിന്ന് സ്കൂൾ യൂണിഫോമിനകത്ത് ഒരു കുട്ടി അമ്പലത്തിൽ ഭജന ഇരിക്കുന്ന കണ്ടിട്ട് ആ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് എന്നും കളക്ടർ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യുന്ന പോലെ റിപ്പോർട്ട് ചെയ്തപ്പോൾ എൻ്റെ ഓഫീസിലുള്ള ഒരു വ്യക്തിക്കാണ് ഈ കുട്ടിയെ കണ്ടതും പപ്പി മോളാൻ തിരിച്ചറിഞ്ഞ് എന്നെ തന്നെ ആദ്യം വിളിച്ച് പറഞ്ഞതും സ്കൂളുകാരെയൊന്നും അറിയിപ്പിച്ചത് വലിയൊരു ഇഷ്യൂ ആക്കാതെ ഞാൻ തന്നെ പോയി എന്താണ് അമ്പലത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് ഷാലിനി പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് എന്തായാലും കാര്യമെന്നുള്ള മട്ടി നിൽക്കുന്നതിനും ഒരു നന്ദി വാക്ക് പോലും പറയാൻ നന്ദി കെട്ട രീതിക്കകത്ത് ഭാമ നിൽക്കുമ്പം രാഘവൻ പറയുന്നത്, ഭാമേ
എന്ന് വിളിക്കുന്നത് തന്നെ നീ ഒരു നന്ദി പറയേണ്ട കാര്യമുണ്ടെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ട. പക്ഷേ സത്യഭാമയുണ്ടോ നന്ദി പറയുന്നത്? സത്യഭാമ ഒന്നും മൈൻഡ് ചെയ്താൽ നിൽക്കുമ്പം ശാലിനി എന്താണ് അകത്തേക്ക് കയറി പോകാൻ വേണ്ടി നിൽക്കുവാണ്. പക്ഷേ നിൽക്കുന്ന ശാലിനി വീണ്ടും തിരിച്ചു വന്നിട്ട് ചോദിക്കുമോ, സത്യാമ്മ എന്നെ എന്തിനാണ് ഫോൺ വിളിച്ചത്? അത് മറ്റൊന്നും കൊണ്ടല്ല, നീ എന്തായാലും ഇവിടെ കയറി താമസിച്ച് തുടങ്ങിയില്ലേ, ഇവിടെ നിന്ന് ഇറങ്ങി എങ്ങോട്ടെങ്കിലും പോവുകയും വരെയും ചെയ്യുമ്പോൾ ഇവിടെ ഉള്ളവരോട് പറഞ്ഞിട്ട് വേണം പോകാൻ, അല്ല തന്നെ ഇഷ്ടത്തിന് പോകാൻ പറ്റത്തില്ല. അതിന് ഇവിടുത്തെ വലിയവരാണെങ്കിലും ശരി കുഞ്ഞു പിള്ളേരാണെങ്കിലും ശരി എല്ലാവർക്കും ഇതേ നിയമം ബാധകമാണ്. അത് പറയാനാണ് നിന്നെ ഞാൻ വിളിച്ചത്. ശരി സത്യാമ്മ, ഇനി ഞാൻ നോക്കിക്കോളാം, ഇനി പറഞ്ഞിട്ടേ പോത്തോളൂ എന്ന് പറഞ്ഞാൽ ശാലിനി അകത്തേക്ക് കയറിപ്പോ. രാഘവേട്ടൻ വിടുന്നുണ്ട്. രാഘവേട്ടൻ ആണെങ്കിൽ ആ ഒരു പുച്ഛഭാവത്തിൽ തന്നെയാണ് ഭാമയെ നോക്കിക്കുക. അപ്പം ഭാമ നോക്കുമോ, എന്തോ രാഘവേട്ട എന്നെ നോക്കി ഇങ്ങനെ കാണിക്കാൻ? അല്ല ഭാമേ, ഞാൻ നിന്നെ കണ്ടപ്പം എനിക്കൊരു ജീവിയെ ഓർമ്മ വന്നു. ആ ജീവിയെക്കുറിച്ച് ഞാൻ പണ്ട് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ, ഇന്നിതിപ്പോൾ ആദ്യമായിട്ട് കണ്ട്. ആ ജീവിയുടെ വാല് എത്ര കാലം കുഴലിട്ടാലും നന്നാവത്തില്ലെന്ന് പറഞ്ഞ് കേട്ടുണ്ട്. എന്തായാലും അതെനിക്ക് മനസ്സിലായി. ഏട്ടൻ ഭാമയ്ക്കിട്ട് നല്ലൊരു കൊട്ടു കൊടുത്താൽ രാഘവേട്ടൻ എന്താണ് അകത്തേക്ക് കയറിപ്പോ. പിന്നെ കാണിക്കുന്ന വിഷ്ണുവിൻ്റെ അടുത്തേക്ക് എന്താണ് നമ്മുടെ പപ്പിമോൾ ഓടിച്ചല്ലോ. എന്നാലും വിഷ്ണു അച്ഛനോട് ഞാൻ മിണ്ടത്തില്ല, എന്നെ കാണുന്നില്ല വന്നിട്ട് എന്നെ അന്വേഷിച്ച് വന്നല്ലോ. അതാണോ നിന്നെ കാണുന്നില്ല അറിഞ്ഞാലും ഞാൻ നിൻ്റെ അച്ഛനോട് പറഞ്ഞു. നിൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞ് നിന്നെ അന്വേഷിച്ച് പോകുകയേ വേണ്ട, കാരണം നിന്നെ അന്വേഷിച്ചേ കുഞ്ഞേച്ചി പോയിട്ടുണ്ടെന്ന് പറഞ്ഞ്. കാണുന്നില്ല എന്നുള്ള കാര്യം കുഞ്ഞേച്ചി അറിഞ്ഞോ? അപ്പം കുഞ്ഞേച്ചി വന്നോ വിഷ്ണു അച്ഛാ? അപ്പോഴത്തേക്കും പറയാം, കുഞ്ഞേച്ചി വന്നല്ലോ. നീ എന്തായാലും വന്നില്ലേ, നീ വന്നിട്ടുണ്ടെങ്കിൽ നിൻ്റെ കൂടെ തന്നെ കുഞ്ഞേച്ചിയും വന്നിട്ടുണ്ടാവും. ഞാൻ വന്നതിൻ്റെ പിറകെ കുഞ്ഞേച്ചി വന്ന് കാണുമോ? അന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. സത്യമാണോ പറയുന്നത്? സത്യമൊന്നേ. അപ്പം അമ്മ ഇനി എല്ലാ രീതിയിലും ഓക്കെ ആവുമല്ലേ, പഴയ പോലെ ആവുമല്ലോ? ആവൂന്നേ, എല്ലാം ശരിയാവും. നിമ്മയുടെ കുഞ്ഞേച്ചി ഇവിടെ വന്നില്ലേ, ഇനി എല്ലാ കാര്യവും വേഗത്തിൽ തന്നെ റെഡിയാവും. ഇനി ഞാൻ മറ്റൊരു രഹസ്യം കൂടെ പറയട്ടെ. അതെന്താ വിഷ്ണു അച്ഛാ? അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, വിഷ്ണു പറയുന്ന രഹസ്യമാണ്. അതായത് നിൻ്റെ അമ്മയുടെ കുഞ്ഞേച്ചി തന്നെയാണ് നീ അന്വേഷിച്ച് നടന്നത് ചീച്ചിയമ്മ. സത്യമാണോ? അപ്പം ചീച്ചിയമ്മയും അമ്മയുടെ കുഞ്ഞേച്ചി ഒറ്റ ആളാ? ആണെന്നേ, സത്യമാണോ പറയുമ്പോഴത്തേക്കും ഇത് കേട്ട് നമ്മുടെ പപ്പിയമ്മക്ക് വിശ്വസിക്കാൻ വയ്യ. കാരണം ചേച്ചിയമ്മയും കുഞ്ഞേച്ചിയും ഒറ്റ ആൾ തന്നെയാണ്. അപ്പോൾ ഇത് ശാലിയാന്നുള്ള കാര്യമൊന്നും വിഷ്ണു പറയില്ല. അപ്പോൾ ഇത് കേട്ട് അയ്യോ അപ്പം വന്നോ, അപ്പം ചേച്ചിയമ്മ ഇവിടെ വന്നോ, ഞാൻ കണ്ടില്ലല്ലോ, ഞാൻ ചേച്ചിയമ്മയെ പോയി കണ്ടെന്ന് പറയും. നീ വന്നെങ്കിൽ നിൻ്റെ കൂടെ തന്നെ ചേച്ചിയമ്മയും വന്നിട്ടുണ്ടെന്ന് പറയുമ്പം ഈ ചേച്ചിയമ്മ ആരാന്നറിയാതെ അകത്തേക്ക് ഓടിച്ചെല്ലുവാണ് നമ്മുടെ പപ്പിമോള്. ഇവിടെ വിഷ്ണു എന്ന് സ്വപ്നം കാണുന്ന കാര്യം, വിഷ്ണു ശാലിനിയെ കല്യാണം കഴിച്ച സമയം തൊട്ടുള്ള കാര്യങ്ങളെല്ലാം വിഷ്ണുവിൻ്റെ മനസ്സിൽ ഇങ്ങനെ കീറി വരുവാണ്. അങ്ങനെ ചെറിയ ഇപ്പോൾ കുറച്ച് നാൾ അനുഭവിച്ച ആ കൈപ്പേറിയ നിമിഷങ്ങളും വിഷ്ണുവിൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നെങ്കിലും വിഷ്ണു ഉടൻ തന്നെ ചിന്തിക്കുക, എന്തായാലും എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കാൻ പോവുക. കാരണം ശാലിനി തന്നെയാണ് സത്യയുടെ അമ്മ. അപ്പോൾ സത്യയുടെ അമ്മയും ഈ അന്വേഷണം നടക്കുന്ന കുഞ്ഞേച്ചിയും അതുപോലെ ചേച്ചിയമ്മയെല്ലാം ഒരാളാണെന്ന് പപ്പിമോൾ അറിയുമ്പോൾ ശാലിനിക്ക് സത്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. സത്യമോളെക്കുറിച്ചുള്ള രഹസ്യം ശാലിനിക്ക് ഇനി പറയേണ്ട തന്നെ വരും. കാരണം പപ്പിമോൾ ഈ സത്യം അറിയുമ്പം ഇനി ശാലിനിക്ക് അങ്ങോട്ടേക്ക് അധിക നാൾ ഈ സത്യം മറച്ചു പിടിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഉടൻ തന്നെ ഈ സത്യങ്ങളൊക്കെ അറിയുമെന്ന രീതി വിഷ്ണുവിന് അതൊരു ആശ്വാസം. അപ്പം പപ്പിമോൾ അകത്തേക്ക് ഓടിച്ചെന്താണ് നേരെ ശ്യാമയുടെ റൂമിലേക്ക് പോകുമ്പം ശ്യാമയുടെ അവിടെ എന്താണ് ഈ പറയുന്ന ശാലിനി ശ്യാമയ്ക്ക് വെള്ളം കൊടുത്ത്. അപ്പോൾ രോഹിത് പറയുന്നുണ്ട്, ശാലിനി എന്തായാലും അന്വേഷിച്ച് പോയതുകൊണ്ട് അവളെ കൊണ്ടുവരുമെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ അവളെക്കുറിച്ച് ബോധറാവാതെന്ന് രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട്. ശ്യാമയ്ക്ക് മനസ്സിലായി പപ്പിമോളെ കാണാതായി എന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ രോഹിത് പറഞ്ഞു, എവിടുന്നാ ശാലിനി? ശ്യാമയ്ക്ക് അങ്ങനെ പപ്പിമോളെ കണ്ടിട്ടൊന്നും നല്ല ഓർമ്മയൊന്നുമില്ല, പപ്പിമോൾ തനിക്ക് ആരാന്നുള്ള കാര്യമൊന്നും ശ്യാമയ്ക്ക് അത്ര വലിയ ഓർമ്മയില്ല എന്ന് രോഹിത്ത് പറയുന്നുണ്ട്. അപ്പം അതുവരെ നമുക്കറിയാവുന്ന കാര്യം ശ്യാമയ്ക്ക് ഇതൊന്നും ഓർമ്മയില്ലാത്ത രീതിയിലാണ് ശ്യാമയുടെ ഒരു പെരുമാറ്റം. അപ്പം ശ്യാമ എന്താണ് ഈ പറയുന്ന ശാലിനിയെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷത്തിൽ ശാലിനി കൊടുക്കുന്ന വെള്ളമൊക്കെ മേടിച്ച് കുടിക്കുന്നുണ്ട്. ഈ സമയത്താണ് പപ്പിമോൾ റൂമിലേക്ക് ഓടിക്കിതച്ച് വരുന്നതും കാണുന്നത് സത്യയുടെ അമ്മയായ ശാലിനിയുടെ മാത്രമേ കാണുന്നുള്ളൂ. അപ്പം ഈ വന്ന പപ്പിമോൾ ആ റൂമിൽ ബാക്കി ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ആരുമില്ല, ശാലിനിയും ശ്യാമയും രോഹിത്തും മാത്രമേ ഉള്ളൂ. അപ്പം രോഹിത്തിൻ്റെ അടുത്ത് പോയിട്ട് നമ്മുടെ മോള് ചോദിക്കുവാണ്, അച്ഛാ ചേച്ചിയമ്മ വന്നെന്ന് പറഞ്ഞാൽ സത്യമാണോ? അപ്പം ചേച്ചിയമ്മ അമ്മയുടെ കുഞ്ഞിച്ചി രണ്ടുപേരും ഒരാളാണോ? ആണോ, സത്യമാണോ അച്ഛാ? ചേച്ചിയമ്മ ഇന്ന് വന്നോ എന്ന് പറയുമ്പോൾ രോഹിത്തിന് പറയാൻ ഉത്തരവില്ലാതെ തന്നെ നിൽക്കുവാണ്. അപ്പോഴത്തേക്കും ശാലിനിക്കാണെങ്കിൽ പേടി, ഇനി എല്ലാ സത്യങ്ങളും പൊട്ടാൻ പോകുന്നല്ലോ. പക്ഷേ ശ്യാമയുടെ ഈ സമയത്തെ മുഖഭാവം കണ്ടാലറിയാം ശ്യാമയ്ക്ക് അത്ര പറയുന്ന രീതിയിൽ ആ ഓർമ്മ നഷ്ടപ്പെട്ടു പോയി നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ശ്യാമ എല്ലാം തിരിച്ചറിയുന്ന മട്ടിൽ തന്നെയാണ് ശ്യാമയുടെ മുഖത്തിൻ്റെ ഓരോ പെരുമാറ്റം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. അച്ഛന്ന് പറയുമ്പോഴത്തേക്കും ലാസ്റ്റ് രോഹിത് എന്താണ് കാണിച്ചു കൊടുക്കുവാണ് ശാലിനി തന്നെയാണ് ഈ പറയുന്ന കുഞ്ഞേച്ചി എന്നും പറയുമ്പോഴത്തേക്കും വിശ്വസിക്കില്ല. സത്യയുടെ അമ്മയാണോ എൻ്റെ അമ്മയുടെ കുഞ്ഞേച്ചി? അപ്പം സത്യയുടെ അമ്മയായിരുന്നോ ചേച്ചിയമ്മ, വിഷ്ണുവേട്ടൻ്റെ ഭാര്യ ചേച്ചിയമ്മ? അപ്പം സത്യയുടെ അമ്മയായിരുന്നോ എന്ന് പറഞ്ഞിട്ട് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത ലാസ്റ്റ് ഇത് ഒന്നും തിരിച്ച് ശാലിനിക്കൊന്ന് പറയാനോ ഈ കുഞ്ഞ് മറ്റൊരു കാര്യത്തിൻ്റെ പ്രതികരണം പറയുന്നതിനോ കുഞ്ഞ് ആ റൂമിൽ നിന്ന് ഒറ്റ ഓട്ടം ഇടും. അപ്പോൾ രോഹിത്തിന് മനസ്സിലാവുന്നില്ല കുഞ്ഞ് എന്തിനാ പിറകെ ഓടിയത് എന്ന് മനസ്സിലാകാതെ രോഹിത്തിന് കൊച്ചിൻ്റെ പിറകെ തന്നെ ഓടുമ്പം നേരെ പോകുന്ന നമ്മുടെ പപ്പിമോള് നേരെ പോകുന്ന താഴെ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ഫാമിലി ഫോട്ടോ, അതായത് സത്യഭാമ ശാലിയുടെ മുഖം വികൃതമാക്കി
സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ച ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ അതിൻ്റെ മുന്നിൽ പോയിട്ട് ആ ഷാനിയുടെ മുഖത്തുള്ള ആ സ്റ്റിക്കർ മാറ്റി ഇത് തന്നെയാണോ ചേച്ചിയമ്മ, ഇത് തന്നെയാണോ അമ്മയുടെ കുഞ്ഞേച്ചി, അതോ ഇവരൊക്കെ എന്നോട് കള്ളം പറയുമെന്നോ എന്നത് മനസ്സിലാക്കാനായി ആ സ്റ്റിക്കർ മാറ്റി നോക്കുമ്പോൾ കാണും ഷാലിയുടെ മുഖം തന്നെ. കുഞ്ഞിന് ഭയങ്കര അത്ഭുതം, ഞാൻ അത്രയ്ക്ക് അത്ഭുതം. കുഞ്ഞ് തിരിച്ച് അതേ പോയ സ്പീഡിൽ തന്നെ രോഹിത് ഇത് കണ്ട് ഞെട്ടി നിൽക്കുക. ഇവിടെ ഇനി എന്താ പ്രതികരിക്കാൻ പോകുന്നത് ആർക്കറിയത്തില്ല. തിരിച്ച് നേരെ ഓടിച്ചെന്നാണ് വീണ്ടും റൂമിൽ നോക്കിയിട്ട് സത്യയുടെ അമ്മ തന്നെ ആയെന്നല്ലേ കുഞ്ഞിച്ചി. എനിക്ക് ഈ പറഞ്ഞ കാര്യം വിശ്വാസാവാതെ വന്നിട്ട് ഞാൻ ഒന്നും കൂടെ പോയി ഫാമിലി ഫോട്ടോ ഞാൻ താഴെ നോക്കിയപ്പം വിഷ്ണു അച്ഛൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്ന ചേച്ചിയമ്മയുടെ നിൽക്കുന്ന സത്യയുടെ അമ്മ തന്നെയാണ്. അപ്പം എനിക്ക് മനസ്സിലായി, അപ്പം എൻ്റെ അമ്മയുടെ കുഞ്ഞേച്ചിയും ചേച്ചിയമ്മയൊക്കെ ഒരാളായെന്നല്ലേ. അപ്പം ശാരദാമ്മയുടെ കൊച്ചുമക്കളല്ലേ ഞങ്ങളൊക്കെ. അപ്പം ഞാനും പപ്പയൊക്കെ സിസ്റ്റേഴ്സ് ആണല്ലേ. അയ്യോ ഇത് പപ്പിമോൾ അറിഞ്ഞാൽ എന്ത് സന്തോഷമാവുമെന്നറിയോ. ഞങ്ങൾ അത്രയും നാൾ അറിയാതെ പോയല്ലോ. ഞങ്ങൾ എവിടെയൊക്കെയാണെന്നറിയോ ഞാൻ അന്വേഷിച്ച് നടന്നത്. എന്നിട്ടൊന്നും ഞങ്ങളോട് എന്താ ഈ സത്യം പറയുന്നത്. ഷാനിക്ക് പറയാൻ ഒരു ഉത്തരമില്ല. ഷാനി ഉത്തരം മുട്ടി നിൽക്കുവാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ ഞങ്ങൾ സഹോദരങ്ങളല്ലേ, ഞങ്ങളെല്ലാവരും ഒരു വീട്ടിലെ മക്കളല്ലേ എന്നാ കേട്ട് ഈ പറയുന്നത്. അതിന് ഷാലിനി പറയുന്നത് നിങ്ങൾ രണ്ടുപേരും ഒരു കുടുംബത്തിലെ തന്നെ കുഞ്ഞുങ്ങളാന്നൊക്കെ ഷാലിനി കൂടെ പറയുന്ന കേട്ട് ഗാരം നിറഞ്ഞിരിക്കുന്ന ആ ഒരു നിമിഷത്തിനകത്ത് സത്യമോളെക്കുറിച്ച് നമ്മുടെ പപ്പിമോളുടെ ഒരു വാതോരത്തിൽ സംസാരവും തൻ്റെ സഹോദരിയാണ് സത്യ എന്ന ആ ഒരു ഉൾക്കൊണ്ട ഒരു സത്യത്തിൻ്റെ പ്രത്തിനകത്തും ശാരദാമ്മയുടെ കുഞ്ഞു മക്കളാണ് ഞങ്ങൾ എന്നറിയുമ്പോൾ ശാരദാമ്മയ്ക്ക് എന്തൊരു സന്തോഷം. ഇതൊക്കെ അറിയുമ്പോൾ സത്യയ്ക്ക് എന്ത് സന്തോഷമായിരിക്കും. ഞങ്ങളൊക്കെ ഒരു വീട്ടിലെ കുട്ടികളാണ് ഷാലിനി കൂടെ പറഞ്ഞാൽ കേൾക്കുമ്പോൾ ശ്യാമയുടെ മുഖത്തെ ഭാവങ്ങൾ മാറുകയാണ്. ശ്യാമയ്ക്കാണെങ്കിൽ പ്രത്യേകം എന്താണ് മുഖത്തിലേക്ക് ആ ഒരു സന്തോഷം നിറഞ്ഞൊരു കണ്ണീര് പകരുവാണ്. എന്തായാലും എൻ്റെ കുഞ്ഞേച്ചിയുടെ മക്കളൊക്കെ ഒന്നിക്കാൻ പോകുന്നല്ലോ എന്ന ഭാവം ശ്യാമയുടെ മുഖത്ത് കാണാൻ പറ്റും. ഇത് കേൾക്കുമ്പോൾ കാണുമ്പോൾ ശ്യാമയുടെ ഒരു എക്സ്പ്രഷൻ കണ്ട് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ശ്യാമ യഥാർത്ഥത്തിൽ ഇനി അഭിനയിക്കുവാണോ എന്നും നമുക്കറിയാൻ പറ്റത്തില്ല. ഇതൊക്കെ കേട്ടിട്ട് ആ എക്സൈറ്റ്മെൻറ്റ് ഇതുവരെ മാറുന്നില്ല. പപ്പിമോൾ പറയാം അപ്പം എൻ്റെ അമ്മയുടെ സ്വന്തം ചേച്ചിയുടെ മോളല്ലേ സത്യ. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരു വീട്ടിലെ കുട്ടികളല്ലേ. സത്യ എത്ര വട്ടം എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നറിയോ, ഞങ്ങൾ രണ്ടുപേരും സിസ്റ്റേഴ്സ് ആണെങ്കിൽ ഒരേ വീട്ടിൽ താമസിക്കാമെന്ന്. ഇപ്പം ഞങ്ങൾ സത്യത്തിൽ സിസ്റ്റേഴ്സ് തന്നെ, ഒരു വീട്ടിലെ ആൾക്കാരാ. ഇത് സത്യം അറിഞ്ഞാൽ എന്തൊരു ഹാപ്പി ആയിക്കുന്നറിയോ. ഞാൻ സത്യം വിളിച്ച് പറയട്ടെ, അച്ഛ ഫോൺ ഇങ്ങനെ താ, ഞാൻ സത്യം വിളിച്ച് ഇത് ഇപ്പം തന്നെ പറയട്ടെ എന്ന് പറഞ്ഞ് രോഹിത്തിനുള്ള കുഞ്ഞ് ഫോൺ ചോദിക്കുക. ഷാലിനിക്കാണെങ്കിൽ ഒരു അക്ഷരം പാടില്ല എന്ന് മറുത്ത് പറയാൻ പറ്റുന്നുമില്ല. രോഹിത്ത് ഫോൺ ഇതുവരെ കൊടുക്കണോ വേണ്ടത്, കാരണം ഷാലിനിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഉത്തരം കേൾക്കാതെ ഫോൺ കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് രോഹിത്ത് മടിച്ച് നിൽക്കുന്നതും നമ്മുടെ പപ്പയും മോൾ ഫോണിന് വേണ്ടി വാശി പിടിച്ചുകൊണ്ട് നിൽക്കുമ്പം നമ്മുടെ ഷാലിനി എന്താണ് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പം സത്യമോളുടെ കാര്യം പറഞ്ഞിട്ട് പറയാം, സത്യമോളുടെ അടുത്ത് ഞാൻ ഇതിപ്പം നേരിട്ടാ പറഞ്ഞെങ്കിൽ സത്യമോൾ എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തന്നേനെ എന്നൊക്കെ പറഞ്ഞാൽ ഓവർ എക്സൈറ്റ്മെൻ്റ് എന്നാണ് പപ്പിമോൾ നിൽക്കുന്നതും ഫോൺ വിളിച്ച് സത്യയോട് ഇത് പറയാനായി നിൽക്കുന്ന ആ നിമിഷം കാണിച്ചും ശ്യാമ ഇതൊക്കെ കേട്ട് ഒരു സന്തോഷം നിറഞ്ഞൊരു കണ്ണീരോടുകൂടി കിടക്കുന്ന ശ്യാമയും ഷാലിനി എന്ത് പറയണമെന്ന് അറിയാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ഷാലിനിയൊക്കെ കാണിച്ചാണ് നെക്സ്റ്റ് എപ്പിസോഡിൻ്റെ എൻഡിങ്. അപ്പോൾ ഇതാണ് ഇനി കാണാൻ പോകുന്ന കുടുംബശ്രീ ഷാദയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ്. അപ്പോൾ എല്ലാവരും കാണുമോ, ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് ചെയ്യുന്ന കമൻറ്റ്സും ഷെയർസ് ലൈക്സിനും ആരും മറക്കണ്ടോ.